ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടിയുള്ള മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അവസരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വലിയവനാകുന്ന ദൈവം നിങ്ങളെ നടത്തി. ഈ മിനിറ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ കർത്താവ് നൽകി തന്നിരിക്കുന്നത് ഈ അസുലഭമാകുന്ന ഭാഗ്യകരമാകുന്ന അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ദൈവവചനം കേൾക്കുക, പുഷ്ടിപ്പെടുക, ക്രിസ്തുവിൽ വിജയകരമാകുന്നൊരു ജീവിതം നയിക്കുക. ലോകത്തിൽ അനേകം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയത്തെ ആകമാനം അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദിവ്യമാകുന്ന സമാധാനം, സന്തോഷം, സ്നേഹം ഇതെല്ലാം പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അതിനാൽ നിങ്ങൾ ഈ ചിലവഴിക്കുന്ന നിമിഷങ്ങൾ വളരെ പ്രയോജനപ്രദമായി തീരും. ഒരിക്കലും ഇത് നഷ്ടമല്ല. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ മനുഷ്യൻ ഭാഗ്യവാനാണ്. കാരണം ദൈവവചനം കേൾക്കുവാനുള്ള അവസരം സുലഭമായി ലഭിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കഴിയുന്നത്. ഇന്ന് മാധ്യമങ്ങളിലൂടെ, ടി വിയിലൂടെ, മൊബൈൽ ഫോൺസിലൂടെ ഒക്കെ നമുക്ക് ദൈവവചനം കേൾക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കണം, പ്രയോജനപ്പെടുത്തണം. ആവർത്തിച്ച് ദൈവവചനം കേൾക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായി നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാൻ കഴിയും. അതിന് ഇന്നത്തെ ദൈവവചന കേൾവി ഉപകാരപ്രദമായി തീരട്ടെ. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ ഞാനൊരു പുതിയ വിഷയമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ചെയ്ത 7 അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നു. യേശു ക്രിസ്തു ചെയ്ത 7 അത്ഭുതങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, യോഹന്നാൻ അതിൽ 7 പ്രധാനപ്പെട്ട അടയാളങ്ങൾ പെറുക്കിയെടുത്തു. മറ്റ് സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, അവിടെ നമുക്ക് ധാരാളമായി യേശുക്രിസ്തു ചെയ്ത അനേകം അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ എങ്ങും കാണാത്ത 6 അത്ഭുതങ്ങളും 4 സുവിശേഷത്തിലും പരാമർശിച്ചിരിക്കുന്ന ഒരത്ഭുതമാകുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതവും കൂടെ ചേർത്ത് വെച്ച് 7 അത്ഭുതങ്ങളാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പെറുക്കിയെടുത്തിരിക്കുന്നത്. ആ അടയാളങ്ങളിലൂടെ യോഹന്നാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? യേശു ദൈവമാകുന്നു എന്ന് തെളിയിക്കുവാൻ ആ അടയാളങ്ങളെ യോഹന്നാൻ ഉപയോഗിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഉപയോഗിക്കുന്ന 3 പദങ്ങളാണ്. 1 അടയാളം എന്ന പദം, 2 വിശ്വസിക്കുക, ബിലീവ് എന്ന പദം, 3 ലൈഫ്, ജീവൻ എന്ന പദം. ഈ 3 വാക്കുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഈ 3 വാക്കുകൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ ഉപയോഗിക്കുന്നു. എന്താണിത് തമ്മിലുള്ള ബന്ധം? യേശുക്രിസ്തു ചെയ്യുന്ന അടയാളം എന്തിനു വേണ്ടിയാണ്? വിശ്വസിക്കാൻ വേണ്ടിയാണ്. അന്ന് ആ അടയാളം കണ്ടവർ അത് വിശ്വസിച്ചു. ഇന്ന് ആ അടയാളത്തെക്കുറിച്ച് വായിക്കുന്നവർ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? അടയാളം ചെയ്ത യേശുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുമോ? ഉറപ്പ്. അവിടെ നിന്നും അടയാളങ്ങൾ ചെയ്യുമോ? ഉറപ്പ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമോ? നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാകുന്നു. മിറക്കിൾ വർക്കിംഗ് ഗാഡ്, ജീസസ് ക്രൈസ്റ്റ് മിറക്കിൾ വർക്കിംഗ് ഗാഡ് ആകുന്നു. ആമേൻ. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഇന്നും സുലഭമായി സ്വീകരിക്കുവാൻ കഴിയും. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, 20-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 അടയാളങ്ങളോ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളോ മാത്രമല്ല യേശു ചെയ്തിരിക്കുന്നത്. യേശു മറ്റനേകം അടയാളങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതെല്ലാം കൂടെ എഴുതുകയാണെങ്കിൽ ലോകത്തിലെ ഒരു പുസ്തകത്തിലും അത് നിറയത്തില്ല. അതുപോലെ എല്ലാ പുസ്തകങ്ങളും നിറഞ്ഞാലും പിന്നെയും ശേഷിക്കുന്നതുപോലെയുള്ള കാര്യങ്ങളാണ് യേശു ചെയ്തിരിക്കുന്നത്. ഒരു പുസ്തകവും ആ യേശു ചെയ്ത പ്രവർത്തികൾ എഴുതി നിറയ്ക്കുവാൻ കഴിയത്തില്ല.
പക്ഷേ നമുക്കിന്ന് വിശ്വസിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. ആ 3 വാക്കുകളും ഈ 2 വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. അടയാളം എന്ന വാക്ക് കാണുന്നു, വിശ്വസിക്കുക എന്ന വാക്ക് കാണുന്നു, ജീവൻ എന്ന വാക്ക് കാണുന്നു. അടയാളം, യേശു ചെയ്യുന്ന ഒരു അടയാളം, ഒരു അത്ഭുതം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഒരു അടയാളം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അനേകർ യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുന്നവരുണ്ട്. ടി വിയിലൂടെയുള്ള ഈ പ്രഭാഷണങ്ങൾ കണ്ടു തന്നെ ഭവനത്തിലിരുന്ന് അനേകർ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൽ നിന്ന് ഈ സൗഖ്യം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ആ അടയാളം, ആ സൗഖ്യം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നു? തുടർന്ന് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ അടയാളം നടക്കുന്ന സമയത്ത് യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചു. അവിടുന്ന് സൗജന്യമായി രോഗികളെ സൗഖ്യമാക്കുന്നവനാകുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാകുന്നു. യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യേശുവിന് യാതൊരു വിധമാകുന്ന ബുദ്ധിമുട്ടുമില്ല ഒരാൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി. ഒരു നിബന്ധനയുമില്ല. യേശുവിനെ ആശ്രയിക്കുകയും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, അടയാളം ചെയ്യും. എന്നാൽ അതുകൊണ്ട് ആ ബന്ധം അവസാനിപ്പിക്കരുത്. അതൊരു തുടക്കമാകണം. യേശു ഒരു അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു എങ്കിൽ യേശുവിൽ വിശ്വസിക്കണം, ആഴമായി വിശ്വസിക്കണം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുവാൻ പോകുന്നത്? ജീവൻ ലഭിക്കുവാൻ പോകുന്നു. ഏത് തരത്തിലുള്ള ജീവനാണ്? മനുഷ്യർക്കെല്ലാം ജീവനില്ലേ? നമുക്കെല്ലാവർക്കും ജീവനുണ്ടല്ലോ. ആ ജീവനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നിത്യജീവൻ. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് യേശുക്രിസ്തു ജീവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഇസ്രായേലിലുള്ളവർ അത്ഭുതപ്പെട്ട് കാണും. ഞങ്ങളെല്ലാം ജീവനുള്ളവരാണല്ലോ, അങ്ങനെയെങ്കിൽ ഈ പ്രഭാഷകൻ പറയുന്ന ജീവൻ എന്ത് ജീവനാണ്? അവർക്ക് മനുഷ്യജീവനെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. അതിനപ്പുറത്ത് വേറൊരു ജീവനുണ്ട്. മനുഷ്യജീവൻ്റെ പ്രത്യേകത എന്താണ്? മൃഗങ്ങളുടെ ജീവൻ അപ്രത്യക്ഷമാകുന്നത് പോലെ മനുഷ്യജീവനും ഒരു ദിവസം അപ്രത്യക്ഷമാകും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. മൃഗങ്ങളുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കും, അത് ചത്താൽ തീർന്നു. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയുള്ളതല്ല. മരണത്തിന് ശേഷം മനുഷ്യന് ഒരു ജീവിതമുണ്ട്. മനുഷ്യന് ഒരാത്മാവുള്ളതിനാൽ ശരീരത്തിൻ്റെ ജീവൻ പോയാലും അതിനപ്പുറത്തൊരു ലോകത്തിൽ, സ്വർഗത്തിലോ നരകത്തിലോ അവൻ തുടരേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിത്യജീവൻ ആവശ്യമാണ്. ആ നിത്യജീവൻ ആർക്ക് മാത്രമേ നൽകിത്തരുവാൻ കഴിയത്തുള്ളൂ? യേശുക്രിസ്തുവിന് മാത്രം. വേറെ ആർക്കും നിത്യജീവൻ നൽകിത്തരുവാൻ കഴിയത്തില്ല. യേശുക്രിസ്തുവിന് മാത്രമേ നിത്യജീവൻ നൽകിത്തരുവാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിന് നിത്യജീവൻ നൽകിത്തരുവാൻ കഴിയും. യേശുക്രിസ്തു ദൈവമാകുന്നു. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിത്യരക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് തെളിയിക്കുവാൻ വേണ്ടിയാണ് 7 അടയാളങ്ങളെ, 7 അത്ഭുതങ്ങളെ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിശദീകരിക്കുന്നത്. ഓരോരോ അത്ഭുതങ്ങളായി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓരോ അത്ഭുതങ്ങളിലെയും ആശയങ്ങൾ, അതിലെ സന്ദേശങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് പ്രഥമമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. 7 അത്ഭുതങ്ങളിൽ 1-ാമത്തെ അത്ഭുതം ഇതാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമെന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ സുവിശേഷം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് ഏകദേശം 3.5 വർഷക്കാലം യേശുക്രിസ്തു ശുശ്രൂഷിച്ചു, പരസ്യമായി ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. കൃത്യമായിട്ട് അത് പറയുവാൻ കഴിയില്ല. പൊതുവിൽ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 3-ലധികം വർഷങ്ങൾ യേശുക്രിസ്തു പരസ്യമായി പൊതുജനത്തിൻ്റെ നടുവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ തയ്യാറായി. 30-ാമത്തെ വയസ്സിൽ, അറൗണ്ട് 30 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്, പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അത് യഹൂദന്മാരുടെ പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആത്മീക ശുശ്രൂഷയിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ 30 വയസ്സ് വേണമെന്നാണ് യഹൂദന്മാരുടെ നിബന്ധന. പുരോഹിത ശുശ്രൂഷയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ 30 വയസ്സ് ആവശ്യമാണ്. അങ്ങനെ യേശു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. 3.5 വർഷക്കാലം യേശു ശുശ്രൂഷിച്ചു. ഏകദേശം 33-33.5 വയസ്സുള്ള സന്ദർഭത്തിലാണ് യേശു ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി പരമയാഗമായി തീർന്നത്, കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. അവിടുന്ന് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ചു. അങ്ങനെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷമായിട്ട് 40 ദിവസം യേശുക്രിസ്തു ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ആ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന ശക്തിയാൽ പൂരിതനായി യേശുക്രിസ്തു പൊതുജനമധ്യേ കടന്നു വന്ന് പരസ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി.
അതോടൊന്നിച്ച് തന്നെ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭം അതെവിടെയാണ് തുടങ്ങുന്നത്? കാനാവിലെ കല്യാണ ശുശ്രൂഷയിലാണ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭം. യഹൂദന്മാരുടെ കല്യാണത്തിൻ്റെ പ്രത്യേകത അത് ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. വിവാഹം അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഹൂദന്മാർക്ക് വിവാഹം വളരെ ഗൗരവമേറിയ കാര്യമാകും. അതിനാൽ ചില ദിവസങ്ങൾ ആ ആഘോഷം നീണ്ടു നിൽക്കും. ആ വിവാഹത്തിൽ അവർക്ക് സദ്യയുണ്ട്. വിവിധ നിലകളിൽ ആ സദ്യ തുടർന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് അവരുടെ നാട്ടിൽ മുന്തിരി എന്ന് പറയുന്നത് ഒരു സാധാരണ ഫലം പുറപ്പെടുവിക്കുന്ന, എല്ലായിടത്തും കാണുവാൻ കഴിയുന്ന മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളി, ആ ഫലം പുറപ്പെടുവിക്കുന്ന ആ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ലഭിക്കുന്ന ആ നീര്, ആ മുന്തിരിച്ചാറ്, അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു പാനീയമാണ്. ആ പാനീയത്തിൽ നിന്നാണ്, ആ മുന്തിരിച്ചാറിൽ നിന്നാണ് അവർ വീഞ്ഞുമുണ്ടാക്കുന്നത്. അപ്പോൾ മുന്തിരി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഒലിവ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അത്തിവൃക്ഷം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അതിനാൽ അവരുടെ വിവാഹ ശുശ്രൂഷയിൽ മുന്തിരിച്ചാറ്, വീഞ്ഞ് ഇതൊക്കെ ഒരു സാധാരണ പാനീയമാണ്. ആ സദ്യ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് വീഞ്ഞെന്ന് പറയുന്നത്. അത് അവരുടെ മാന്യതയുടെ ഭാഗം കൂടിയാണ്. ഒരു ഭവനം വിവാഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു വിവാഹം നടത്തുമ്പോൾ അവിടെ വീഞ്ഞ് എന്ന് പറയുന്നത് അവരുടെ മാന്യതയുടെ ഭാഗമാണ്. ഭക്ഷണങ്ങൾ സുലഭമായി വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ മാന്യതയുടെ ഭാഗമാണ്. ഈ വിവാഹം അവർക്ക് വളരെ ഗൗരവമേറിയത് ആകുന്നതിനാൽ തന്നെയാണ് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഒരു വിവാഹത്തോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ആ അനന്ത ഭാവികാല നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു വിവാഹം നടക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവും തൻ്റെ മണവാട്ടി സഭയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. അതിനുവേണ്ടി തിടുക്കമേറിയ കാര്യങ്ങൾ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ വിവാഹം നടക്കുവാൻ പോകുന്നു. മധ്യാകാശത്തിൽ തൻ്റെ മണവാട്ടി സഭയുമായിട്ടുള്ള വിവാഹം നടക്കുവാൻ പോകുന്നു. യഹൂദന്മാരുടെ ഇടയിലും ഈ വിവാഹത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ ഗൗരവമേറിയതാകുന്നതിനാൽ, വിവാഹത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ വളരെ ഉന്നതമാകുന്നതിനാൽ, അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തെ, ആ കൂടിച്ചേരുന്ന അനുഭവത്തെ വിവാഹത്തോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി ഒരു വേഗത്തിൽ സംഭവിക്കും, ഉറപ്പ്. ഞാൻ കടന്നുപോകുന്ന ശുശ്രൂഷകളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കേൾക്കുന്നൊരു പ്രധാനപ്പെട്ട ശബ്ദമാണ്, യേശു വേഗം വരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒറീസയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. സമാപന ശുശ്രൂഷയിൽ അസാധാരണമാകുന്ന ഒരു പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായി. കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവിടുത്തുകാരാകുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് യേശുവിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തവരാണ്. ചിലരൊക്കെ അനാഥരാകുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവചിക്കുവാൻ തുടങ്ങി. ആ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട സന്ദേശം എന്തായിരുന്നു എന്നറിയാമോ? കാറ് കിട്ടും, ജോലി കിട്ടും, വിസ കിട്ടും എന്നൊന്നും അല്ലായിരുന്നു കുഞ്ഞുങ്ങൾ പ്രവചിച്ചത്. യേശു വേഗം വരുന്നു, ഒരുങ്ങുക, യേശു വേഗം വരുന്നു. അവിടുത്തെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ താൽക്കാലികമാകുന്ന ഭൗതികമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്നത് എങ്കിൽ, ഇന്നെങ്കിലും ഈ വചനം കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മനപരിവർത്തനമുണ്ടാകട്ടെ. ഇതൊക്കെ താൽക്കാലികമാണ്. ഇന്നത്തെ ജോലി, കാറ്, വീട് ഇതെല്ലാം മാറിപ്പോകും. എത്ര കാലമാണ് ഇവിടെ ജീവിച്ചാൽ തന്നെ? കൂടി വന്നാൽ നമ്മൾ 90 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെയല്ലേ ജീവിച്ചിരിക്കുന്നത്? ഇതെല്ലാം ഇട്ടിട്ട് പോകില്ലേ? അതിനാൽ ഇതിനു വേണ്ടി ജീവിക്കരുത്. വസ്തുവകകൾക്ക് വേണ്ടി, ലോകത്തിലെ ഭൗതികമാകുന്ന നന്മകൾക്ക് വേണ്ടി ജീവിക്കരുത്. ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ട്, നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്, യേശു ക്രിസ്തുവിനോട് കൂടെയുള്ളൊരു വാസമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഒരുങ്ങണം. നിങ്ങൾക്കുള്ള സന്ദേശമാണ്. യേശുവിൻ്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. അവിടുത്തെ വിവാഹം മധ്യാകാശത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങുക, മണവാട്ടി സഭയുടെ ഭാഗമായി തീരുക. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുക. കാനാവിലെ കല്യാണത്തിന് യേശുവിനെയും അവർ ക്ഷണിച്ചു. യേശു ആ കല്യാണത്തിന് കടന്നു വന്നു. യേശു അവിടെ കടന്ന് ശിഷ്യന്മാരോട് ഒന്നിച്ച് കല്യാണത്തിന് കടന്നു വരികയാണ്. അവിടെ കടന്നു വന്നപ്പോൾ അവിടെ ആ സന്ദർഭത്തിൽ തന്നെ ആ വീഞ്ഞില്ലാതെ വന്നതിനാൽ ആ സദ്യയിൽ ഒരു ശൂന്യത വെളിപ്പെടുന്നുണ്ട്. യേശു അവിടെ വന്നപ്പോൾ അത് യേശുവിന് മനസ്സിലായി. യേശുവിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശൂന്യതകൾ എന്താണ് നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല, യേശു അത് അറിയും. നിങ്ങളുടെ വീട്ടിൽ യേശു വരുമ്പോൾ യേശുവിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലെ ശൂന്യതകളെ
യേശു അറിയും. മധുരമില്ലാത്ത ഒരവസ്ഥയാണോ ഭവനത്തിൻ്റെ ഉള്ളിൽ? രുചികരമാകുന്നതൊന്നുമില്ലാത്തൊരവസ്ഥയാണോ ഭവനത്തിൻ്റെ ഉള്ളിൽ? സമാധാനമില്ലാത്ത ഒരവസ്ഥയാണോ ഭവനത്തിൽ നിലനിൽക്കുന്നത്? ആകുലത, വ്യാകുലത, പരാജയം, ശൂന്യത, ഇതൊക്കെയാണെങ്കിൽ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ മതി. യേശു വന്നാൽ നിങ്ങൾ പ്രത്യേകമായി പറയാതെ തന്നെ ആ ശൂന്യതകളെ അവിടുന്ന് മനസ്സിലാക്കും. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ യേശു അത്ഭുതം ചെയ്യും. അത്ഭുതം ചെയ്ത് ആ ശൂന്യതകളെ നികത്തിത്തരും. കാനാവിൽ അതാണ് സംഭവിക്കുന്നത്. കാനാവിൽ കടന്നു വന്നപ്പോൾ യേശുവിന് മനസ്സിലായി അവർക്കവിടെ ഒരു ശൂന്യതയുണ്ട് എന്ന്. ആ വീഞ്ഞ് ഇല്ല എന്നുള്ള ഒരവസ്ഥ അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ, വ്യക്തികളിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ശൂന്യതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ശൂന്യതയിൽ ഏറ്റവും വലിയ ശൂന്യത എന്താണെന്നറിയാമോ? ദൈവമില്ല എന്ന ശൂന്യതയാണ്. അനേകർ ആ ശൂന്യതയെ നികത്തുവാൻ വേണ്ടി ലോകത്തിലെ ഉപാധികളാണ് അവരുപയോഗിക്കുവാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാവർക്കും, മനുഷ്യർക്കെല്ലാവർക്കും ദൈവത്തിനു വേണ്ടിയുള്ള ഒരു സ്ഥലം ഹൃദയത്തിലുണ്ട്. ആ വാക്വം, ആ ശൂന്യതയെ നിറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ശൂന്യതയെ നിറയ്ക്കുവാൻ മദ്യത്തിനോ, പണത്തിനോ, പേരിനോ, പ്രസിദ്ധിക്കോ, ലോകത്തിലെ വസ്തുക്കൾക്കോ ഒന്നും കഴിയത്തില്ല. മനുഷ്യർക്ക് ആ ശൂന്യതയെക്കുറിച്ച് വ്യക്തമായൊരു തിരിച്ചറിവില്ലാത്തതിനാൽ അവർക്കറിയാം എന്തോ ഒരു അസംതൃപ്തി എന്നിലുണ്ട്, എന്തോ ഒരു ശൂന്യത എന്നിലുണ്ട്. അത് നികത്താൻ വേണ്ടിയാണ് അവർ ഓടി നടക്കുന്നത്. വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയാണ്. വസ്തുക്കൾ, പണം, പേര്, പ്രസിദ്ധി, സുഖങ്ങൾ ഒക്കെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഓടി നടക്കുന്നു. അവയ്ക്കൊന്നും ആ ശൂന്യതയെ നികത്തുവാൻ കഴിയത്തില്ല. ആ ശൂന്യതയെ യേശുവിന് മാത്രമേ നികത്തുവാൻ കഴിയത്തുള്ളൂ. ആ ഗോഡ് വാക്വം, ദൈവത്തിനു വേണ്ടിയുള്ള ആ ശൂന്യതയെ നിറയ്ക്കുവാൻ യേശുവിനെ സ്വാഗതം ചെയ്യുക. ഈ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു ശൂന്യതയെ അനുഭവിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല. ഇവിടെയാണ് പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി തീർക്കുന്നത്. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, പച്ചവെള്ളത്തിൻ്റെ പ്രത്യേകത, യേശുവിനൊരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പ്രത്യേകിച്ച് ക്രമീകൃതമാകുന്ന എന്തെങ്കിലും കാര്യം വേണമെന്നില്ല. അവൈലബിളായിട്ടുള്ള, ഇപ്പോൾ സ്ഥലത്തുള്ള ഒരു കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. മോശയെ വിളിക്കുമ്പോൾ മോശയോട് പറയുന്നത്, നീ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിക്കണമെന്നല്ല. അവനോട് ചോദിക്കുന്നത്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വടിയുണ്ട്, മതി. ആ വടി ഉപയോഗിച്ചുകൊണ്ട് യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു വിധവയുടെ സാമ്പത്തിക അവസ്ഥയെ പരിഹരിക്കുവാൻ വേണ്ടി ആ വിധവ പ്രവാചകനോട് വന്ന് പറയുമ്പോൾ ദൈവാത്മാവിൽ ആ പ്രവാചകൻ ചോദിക്കുകയാണ്, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? നിൻ്റെ കഴിവുകളോ നിൻ്റെ പ്രത്യേകമാകുന്ന നേട്ടങ്ങളോ ഒന്നും വേണ്ട. എന്താണ് ശേഷിച്ചിരിക്കുന്നത്? അവൾ പറഞ്ഞു, ഒരു ഭരണിയിൽ അല്പം എണ്ണ ശേഷിച്ചിരിക്കുന്നു, മതി. അതിൻ്റെ മേൽ യേശു പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മുടെ പക്കൽ ഉള്ളത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു വരും. ഈ വെള്ളത്തെ വീഞ്ഞാക്കുന്നു. അവിടെ ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? രുചി, പ്രത്യേകമാകുന്ന രുചി, മധുരമോ ഉപ്പോ ഒന്നും വെള്ളത്തിനില്ല, നിറമില്ല. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ വെള്ളം വളരെ ഉപകാരപ്രദമാണ്. എങ്കിലും അതിൽ നിന്നൊരു സന്ദേശം സ്വീകരിക്കുമ്പോൾ നിറമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത, അതിന് സമാനമാകുന്ന വ്യക്തികളെയും കാര്യങ്ങളെയും അവസ്ഥകളെയും ഒക്കെ യേശുവിൻ്റെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമ്പോൾ എങ്ങനെയുള്ള വ്യക്തികളായി ആ വ്യക്തികൾ തീരും? മധുരമുള്ള, ഗുണമുള്ള, മണമുള്ള, നിറമുള്ള വ്യക്തികളായി അവർ തീരും. ആ സാഹചര്യങ്ങൾ മധുരമുള്ള, ഗുണമുള്ള, മണമുള്ള, രുചിയുള്ള സാഹചര്യങ്ങളായി മാറും. നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടോ? ആരെങ്കിലും ഈ ഗുണമില്ലാത്ത, ഉപകാരപ്രദമായ, ഒന്നുമില്ലാത്ത, ജീവിതത്തിൽ മണമില്ല, നിറമില്ല, എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ അരികിൽ വാ. യേശുവിൻ്റെ അരികിൽ നീ വരികയാണെങ്കിൽ നിൻ്റെ അവസ്ഥയെ യേശു മാറ്റും. ഗുണമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, നിറമില്ലാത്ത നിന്നെ യേശു മാറ്റിയതിന് ശേഷം ഗുണവും മണവും രുചിയുമുള്ളവനാക്കി നിന്നെ മാറ്റി, ഫലം പുറപ്പെടുവിക്കുന്നവനായി നിന്നെ മാറ്റി, ഒരു തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാക്കി നിന്നെ മാറ്റി. കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ, യേശു നിന്നെ ഉപയോഗിക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്, വിശ്വസ്തനാണ്, ബലമുള്ളവനാണ്. അവിടുന്ന് ദൈവമാണ്. അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എത്രയെത്ര വ്യക്തികളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു, കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച ഒന്നിനും പ്രയോജനപ്പെടുവാൻ സാധ്യതയില്ലാത്ത, എല്ലാം തകർന്ന് തരിപ്പണമായ വ്യക്തികൾ. ഇനി മുന്നോട്ട് എങ്ങനെ പോകും? ചിലരൊക്കെ മരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ആ വ്യക്തികളുടെ ജീവിതത്തിൽ യേശു വന്നതോടുകൂടെ അവർക്ക് വലിയ മാറ്റം,
അവരുടെ ജീവിതത്തിൽ അത്ഭുതമാറ്റം, നിറം ലഭിച്ചു, മണം ലഭിച്ചു, രുചി ലഭിച്ചു. അവരിന്ന് അനുഗ്രഹം പുറപ്പെടുവിക്കുന്ന പാത്രങ്ങളായി തീർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും ആ അനുഭവമുള്ളവരാണ്. ഒന്നിനും കൊള്ളാത്തവരായിരുന്നു, ഗുണമില്ലാത്തവരായിരുന്നു, ഒന്നിനും പ്രയോജനപ്പെടുകയില്ല, ഒരു കഴിവുമില്ല, ഒരു താലന്തുമില്ല. പക്ഷേ അവിടെ നിന്ന് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ഗുണമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, തകർന്ന അവസ്ഥയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ, ഈ വചനം കേൾക്കുന്ന നിങ്ങളാരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജീവിതം എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിങ്ങളെ യേശുവിന് മാറ്റാൻ കഴിയും. പച്ച വെള്ളത്തെ വീഞ്ഞാക്കുവാൻ യേശുവിന് കഴിയുമെങ്കിൽ നിങ്ങളെ യേശുവിന് മാറ്റുവാൻ കഴിയും. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുവാൻ തയ്യാറാകുമോ? നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ പരിവർത്തനം, ഒരു വലിയ മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ഇവിടെ ഈ പച്ചവെള്ളം കോരി കൽപ്പാത്രങ്ങളിൽ ഒഴിക്കുവാനാണ് യേശു പറയുന്നത്. ഈ കൽപ്പാത്രങ്ങളെക്കുറിച്ചും എത്രയെത്ര പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. എനിക്ക് ഈ കൽപ്പാത്രങ്ങളെക്കുറിച്ച് അത്ഭുതകരമായിട്ട് പല ചിന്തകൾ കയറി വന്നിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ. ഒന്ന്, ലോകത്തിൽ ഒരു മനുഷ്യനും ശ്രദ്ധിക്കുവാൻ സാധ്യതയില്ലാതെ ഇരുന്ന ഈ കൽപ്പാത്രങ്ങൾ ഇന്ന് ലോകവ്യാപകമായിട്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ആരെങ്കിലും ഒരാൾ ഈ കൽപ്പാത്രങ്ങളെക്കുറിച്ചൊരു പരാമർശമെങ്കിലും നടത്തുകയാണ്. ഇസ്രയേലിൽ ഏതോ ഒരു കോണിൽ, കാനാവെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ, ഒരു വീട്ടിൽ ഒരു മൂലയ്ക്ക് കിടന്ന കൽപ്പാത്രങ്ങളെക്കുറിച്ച് ലോകത്തിൽ 2000 വർഷങ്ങളായിട്ട് പ്രഗത്ഭരാകുന്ന പ്രസംഗികൾ ആ കൽപ്പാത്രങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നു എങ്കിൽ, യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നാൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതാണോ? ആ വ്യക്തിക്ക് പിന്നെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കാൻ കഴിയുമോ? മറഞ്ഞിരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ആ വ്യക്തി ലോകത്തിൻ്റെ വെളിച്ചമായി പ്രകാശിക്കുവാൻ കർത്താവ് വ്യക്തിയെ ഉപയോഗിക്കും. ആ വ്യക്തിയെ പുറത്തെടുക്കും. ആ വ്യക്തിയുടെ തിരസ്കരണത്തെ മാറ്റിക്കളയും. ആ വ്യക്തിയുടെ ഒറ്റപ്പെടൽ തുടരുകയില്ല. കൽപ്പാത്രങ്ങളെക്കുറിച്ചുള്ള ആ സന്ദേശം ഒറ്റപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് അംഗീകാരങ്ങളുടെ നടുവിലേക്ക് കൽപ്പാത്രങ്ങൾ വന്നു എങ്കിൽ, യേശുവിൻ്റെ നോട്ടം ആ കൽപ്പാത്രങ്ങളിൽ പതിഞ്ഞു എങ്കിൽ, നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയോ ഒറ്റപ്പെട്ട വ്യക്തിയോ ആരാലും അംഗീകരിക്കപ്പെടാത്ത വ്യക്തിയോ ആകുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, യേശുവിൻ്റെ നോട്ടം നിൻ്റെ മേൽ വന്നാൽ മതി. നിൻ്റെ തിരസ്കരണം അപ്രത്യക്ഷമാകും, നിൻ്റെ ഒറ്റപ്പെടൽ അപ്രത്യക്ഷമാകും, നിൻ്റെ മേൽ സ്വർഗീയ അംഗീകാരം വരും. നിൻ്റെ ജീവിതത്തിന് ഒരു പുത്തൻ ചരിത്രം, ഒരു പുതിയ ചരിത്രം നിൻ്റെ ജീവിതത്തിൽ ആരംഭിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ആ കൽപ്പാത്രങ്ങളിൽ പച്ചവെള്ളം നിറച്ചു. ആ നിറച്ച വെള്ളം കോരി എടുത്ത് വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുത്തു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഏറ്റവും രുചികരമാകുന്ന വീഞ്ഞ്. ജീസസ് ആരാണ്? മാസ്റ്റർ ഓഫ് ക്വാളിറ്റി, ഗുണമേന്മയുടെ നാഥൻ യേശുക്രിസ്തു ആകുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിവാഹത്തെക്കുറിച്ചാണല്ലോ. കുടുംബജീവിതത്തിന് ഗുണമേന്മ വേണമെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരണം. ഇന്നത്തെ വിവാഹങ്ങൾ, വളരെ ആഡംബരപൂരിതമായി നടത്തുന്ന വിവാഹങ്ങൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ തകർന്നു പോകുകയാണ്. എന്താ കാരണം? യേശു അല്ല ആ കുടുംബത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത്, സെൻറ്റർ പ്ലേസിൽ ജീസസ് ഇല്ല. കല്യാണമൊക്കെ നടക്കുന്നത് ലക്ഷങ്ങൾ മുടക്കിയല്ലേ. ഞാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ശുശ്രൂഷിക്കാറുണ്ട്. അവിടെ ഒരു വിവാഹം നടത്തണമെങ്കിൽ 15,000 രൂപ, 20,000 രൂപ മതി. ചർച്ചിൽ നടക്കുന്ന വിവാഹമാണ്. ഈ പറയുന്ന കേരളത്തിൽ കാണുന്ന ഈ പറയുന്ന പ്രൗഢിയോ പത്രാസോ ഒന്നുമില്ല. സാധാരണ സിമ്പിളായിട്ട് വിവാഹങ്ങൾ നടക്കും. എന്നാൽ ഇന്ന് ഇവിടെ വിവാഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 20 ലക്ഷം, 25 ലക്ഷം, അതിലൊക്കെ കൂടുതലായിരിക്കും. എന്തുമാകട്ടെ, അതെന്തുകൊണ്ടാണ് നിലനിൽക്കാതെ പോകുന്നത്? അവരുടെ ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. പണത്തിലും വസ്തുക്കളിലും മോടിയിലും കർട്ടനിലും വസ്ത്രത്തിലും കാറിലും അന്നത്തെ ചെയറുകളിലും ഇങ്ങനെയുള്ള പുറമോടികളിൽ കേന്ദ്രീകരിക്കുന്ന കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ, ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളാണ് മധുരമുള്ള കുടുംബങ്ങളായി അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നത്. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞായി തീരുമ്പോൾ ഏറ്റവും രുചികരമാകുന്ന വീഞ്ഞ്, ഏറ്റവും മധുരമുള്ള വീഞ്ഞ്, നിങ്ങളുടെ കുടുംബജീവിതത്തെ അതേപോലെ രുചികരമാക്കുവാൻ മാസ്റ്റർ ഓഫ് ക്വാളിറ്റി ജീസസ് ക്രൈസ്റ്റ് ആരാണ്? ഗുണമേന്മയുടെ നാഥനാണ്, യജമാനനാണ്. അവിടുന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തെ രുചികരമാക്കുവാൻ ആഗ്രഹിക്കുന്നു.
പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ യേശുക്രിസ്തുവിൽ പതിയണം. യേശുക്രിസ്തുവിൽ പതിയുകയാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം മധുരപൂരിതമായി തീരും. ഈ ഒരു അത്ഭുതം, ഈ ഒരു അടയാളം യേശുക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്യുമ്പോൾ എന്താണ് യേശുക്രിസ്തു ചെയ്യുന്നത്? തൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തി, തൻ്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്തു, തൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു നിങ്ങളിലൊരു അടയാളം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുക്രിസ്തു തൻ്റെ ഗ്ലോറി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ യേശുക്രിസ്തു ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് ഈ നിമിഷം ചെയ്യും. മാത്രവുമല്ല, നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്യും. നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. അങ്ങനെ യേശു തൻ്റെ ഗ്ലോറി നിങ്ങളിലൂടെ വെളിപ്പെടുത്തും, മാനിഫെസ്റ്റ് ചെയ്യും. ഈ സന്ദർഭത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ പഴയ മധുരത്തിലേക്ക് അവിടുന്ന് മടക്കിക്കൊണ്ടുവരും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു, അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന പിതാവേ, യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റവും മധുരമുള്ളത് അവരുടെ ജീവിതത്തിൽ അങ്ങ് പകരണമേ. രുചികരമായത് അങ്ങ് അവരുടെ ജീവിതത്തിൽ പകരണമേ. ലഹരിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ അങ്ങ് അവരുടെ ജീവിതത്തിൽ പകരണമേ. കുടുംബജീവിതത്തിൽ തകർച്ചകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ യേശുവിൻ നാമത്തിൽ അവർക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവേ, അങ്ങ് അവരെ തൊടണമേ. അവരുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന രോദനം കർത്താവേ, അങ്ങ് മനസ്സലിവുള്ള കർത്താവാണല്ലോ. ആ കിടക്കയിൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ. ആമേൻ. നടക്കുവാൻ വയ്യാത്തവർ നടക്കട്ടെ. വ്രണങ്ങൾ ഉണങ്ങട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആരോ ശരീരത്തിൽ വ്രണങ്ങൾ, ഉണങ്ങാത്ത വ്രണങ്ങൾ ഉള്ളവർ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നു. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളെ തൊടുകയാണ്. യേശു ക്രിസ്തു നിങ്ങളെ തൊടുന്നു. ആ വ്രണങ്ങൾ ഇപ്പോൾ ഉണങ്ങട്ടെ. അത്ഭുത സൗഖ്യം സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ജോലിയുടെ വഴികൾ തുറക്കപ്പെടട്ടെ. ഭൗതിക മേഖലയിൽ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കുക. യേശു നിങ്ങളെ തൊട്ടുപിടിവിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവാകുന്ന യേശു ക്രിസ്തു മഹാത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. അവിടുന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു.